എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ പുത്തൻ വാർത്തകൾ ഉടൻ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 11ാം വാരത്തിലെ എലിമിനേഷനിൽ പുറത്തായ ശക്തിയായ മത്സരാർത്ഥി ലക്ഷ്മി ഹൗസിനുള്ളിലെ ചില മത്സരാർത്ഥികളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ പുറത്തേതിനു പിന്നാലെ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്. ഹൗസിൽ ഇപ്പോഴും തുടരുന്നവരിൽ ഏറ്റവും കുറഞ്ഞ യോഗ്യതയുള്ളത് അനുമോൾക്കാണെന്നാണ് ലക്ഷ്മിയുടെ ഉറച്ച നിലപാട്. പുറത്തായതിനു ശേഷം ലക്ഷ്മി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ എന്റെ 100% കൊടുത്ത് കളിച്ചാണ് അവിടെ നിന്നത്. എന്നാൽ എന്നേക്കാളും ഒട്ടും അർഹതയില്ലാത്ത കുറച്ചാൾക്കാർ ഇപ്പോഴും ഹൗസിൽ തുടരുന്നുണ്ട് എന്നതിലാണ് എനിക്ക് ഏറ്റവും അത്ഭുതം. ഞാൻ ഉദ്ദേശിച്ചത് അനുമോളെയാണ്. ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ അശേഷം യോഗ്യതയില്ലാത്ത ഒരേയൊരാൾ അവൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ കരച്ചിലും അവളുടെ ഫേക്ക് ഡ്രാമകളും മാത്രമാണ് അവൾക്ക് അറിയാവുന്നത്. അനാവശ്യമായ പ്രശ്നങ്ങളുണ്ടാക്കി സ്ക്രീൻ സ്പേസ് നേടാനാണ് അനുമോൾ ശ്രമിക്കുന്നത്. അനാവശ്യമായ ഇഷ്യൂസുകൾ ഉണ്ടാക്കുക, എല്ലാവരുമായി വഴക്കുണ്ടാക്കി രംഗം വഷളാക്കുക, ഇതാണ് അവളുടെ പ്രധാന പരിപാടികൾ. ഇങ്ങനെ ചെയ്താൽ തനിക്ക് ശ്രദ്ധ കിട്ടുമെന്നും സ്ക്രീൻ സ്പേസ് ലഭിക്കുമെന്നും അവൾ കരുതുന്നുണ്ടാകാം. പക്ഷേ അവൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ നിലവാരമില്ലാത്തതാണ്. മറ്റുള്ളവരെക്കുറിച്ച് അവൾ സംസാരിക്കുന്ന രീതിയും വളരെ മോശമാണ്. മാത്രവുമല്ല, ബിഗ് ബോസിനെ പോലും അവൾക്ക് ഒരു വിലയുമില്ല. ഇത്തരത്തിലുള്ള ഒരാൾ അവിടെ തുടരാൻ ഒരിക്കലും അർഹയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് അനുമോൾ ഇപ്പോഴും ഹൗസിൽ തുടരുന്നതെന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. അനുമോൾക്ക് മികച്ചൊരു PR ടീമുണ്ട്, അത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇത്രയും വോട്ടുകൾ ലഭിക്കുന്നതെന്നും ഞാൻ കരുതുന്നു. എന്നാൽ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദയവായി നല്ല മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക, അല്ലാതെ PR വർക്കിന്റെ പേരിൽ വോട്ട് പാഴാക്കരുത്. അവിടെ അനുമോളിക്കാൻ ഒരുപാട് അർഹതയുള്ള കളിക്കാർ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ദയവായി വിവേകത്തോടെ വോട്ട് ചെയ്യുക. തന്റെ ബിഗ് ബോസ് യാത്ര അവസാനിച്ചെങ്കിലും സത്യസന്ധമായി കളിക്കുന്ന മത്സരാർത്ഥികളെ പ്രേക്ഷകർ പിന്തുണയ്ക്കണമെന്നും ലക്ഷ്മി അഭ്യർത്ഥിച്ചു. ലക്ഷ്മി ഉന്നയിച്ച ഈ വിമർശനം വരാനിരിക്കുന്ന എലിമിനേഷനുകളിൽ പ്രേക്ഷകർ ആർക്ക് വോട്ട് ചെയ്യണമെന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഇടയാക്കുമെന്നതിൽ സംശയമില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലക്ഷ്മിയുടെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അനുമോൾ ഇപ്പോഴും ഹൗസിൽ തുടരാൻ അർഹയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.